ഈ മുർഖാലിദ് അടക്കമുള്ള ആളുകൾ ഇവരുടെ രാഷ്ട്രീയ വിശ്വാസം അത് മാത്രം പരിശോധിച്ചാൽ ഇതിലെ ഒരു പരിഹാസ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ ഓരോ പേരുടെയും ഈ ആശ്രയ ഇപ്പോൾ ജാമ്യത്തിനായി ശ്രമിക്കുന്ന ആളുകളുടെ അടക്കം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വ്യത്യസ്തമാണ്. ഇന്ത്യയിൽ എങ്ങനെയാണ് അങ്ങനെ ഒരു കലാപത്തിനുള്ള ഗൂഢാലോചന 3-4 രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നിട്ട് നടത്തുമോ? അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ? ഏത് കോടതിക്കാണ് അത് വിശ്വസിക്കാൻ കഴിയുക? ഇതിനകത്ത് ഞാൻ പറയട്ടെ, ഈ ഉമർ ഖാലിദ്, മീരാൻ ഹൈദർ, ഷർജിൽ ഇമാം, ഇങ്ങനെ ഇവരൊക്കെ ഈ പിഞ്ചറാത്തോട്, DSU, മറ്റ് SFI ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ സംഘടനകളിൽ നിന്നുള്ളവരാണ്. ഇനി ബാക്കിയുള്ളവർ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ ഇതിനകത്തുണ്ട്, ആം ആദ്മി പാർട്ടിയുടെ കൗൺസിലറായിരുന്ന ആളുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ വ്യത്യസ്ത പാർട്ടികളിൽ നിന്നുള്ള ആളുകളെ തന്നെ ഈ ഒരൊറ്റ കേസിൽ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുകയാണ്. എന്നിട്ട് 5 വർഷം ജാമ്യം കൊടുക്കാതിരിക്കുകയാണ്. എന്തൊരു മര്യാദകേടാണത്! ഈ രാജ്യത്ത് ഇത് സംഭവിക്കുന്നു എന്നുള്ളത് അപമാനകരമാണ്.